ഒന്ന് മക്കബായർ 10-ാം അധ്യായം. അലക്സാണ്ടറുമായി സഖ്യം. ജോനാഥനും ജനങ്ങളും ഈ വാക്കുകൾ കേട്ടപ്പോൾ അത് സ്വീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല. കാരണം ദെമത്രിയൂസ് ഇസ്രയേലിൽ മഹാപാതകങ്ങൾ പ്രവർത്തിച്ചതും അവൻ കഠിനമായി അവരെ പീഡിപ്പിച്ചതും അവർ ഓർത്തു. സമാധാന സന്ദേശവുമായി ആദ്യമെത്തിയ അലക്സാണ്ടറോടായിരുന്നു അവർക്ക് പ്രതിപത്തി. അവൻ്റെ ജീവിതകാലം അത്രയും അവർ സഖ്യകക്ഷികളായി നിലകൊണ്ടു. അലക്സാണ്ടർ രാജാവ് വലിയൊരു സൈന്യത്തെ ശേഖരിച്ച് ദെമത്രിയൂസിനെതിരെ പാളയമടിച്ചു. ഇരു രാജാക്കന്മാരും ഏറ്റുമുട്ടി. ദെമത്രിയൂസിന്റെ സൈന്യം പലായനം ചെയ്തു. അലക്സാണ്ടർ പിന്തുടർന്ന് അവരെ തോൽപ്പിച്ചു. സൂര്യാസ്തമയം വരെ യുദ്ധം തുടർന്നു. ദെമത്രിയൂസ് വധിക്കപ്പെട്ടു. അലക്സാണ്ടർ ഈജിപ്തിലെ രാജാവായ ടോളമിക്ക് സ്ഥാനപതികൾ മുഖേന ഒരു സന്ദേശമയച്ചു. ഞാൻ എൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങി വന്ന് എൻ്റെ പിതാക്കന്മാരുടെ സിംഹാസനത്തിൽ ആരൂഢനാവുകയും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. ദെമത്രിയൂസിനെ തോൽപ്പിച്ച് രാജ്യം ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. ദെമത്രിയൂസിനെയും അവൻ്റെ സേനയെയും യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ഞാൻ അവൻ്റെ സിംഹാസനം കൈവശപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. നമുക്ക് സൗഹൃദം സ്ഥാപിക്കാം. നിന്റെ മകളെ എനിക്ക് ഭാര്യയായി നൽകുക. ഞാൻ നിന്റെ ജാമാതാവായിരിക്കും. നിനക്കും അവൾക്കും ഞാൻ രാജോചിതമായ സമ്മാനങ്ങൾ നൽകുന്നതാണ്. ടോളമി രാജാവ് മറുപടി നൽകി, നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് മടങ്ങി വന്ന് നീ അവരുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ ദിവസം സന്തോഷകരം തന്നെ. നീ എഴുതിയതുപോലെ ഞാൻ പ്രവർത്തിക്കാം. നമുക്ക് പരസ്പരം കാണുന്നതിനും നീ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ നിന്റെ ശ്വശുരനാവുന്നതിനും വേണ്ടി ടോളമായിസിൽ വന്ന് എന്നെ കാണുക. ടോളമി തൻ്റെ മകൾ ക്ലെയോപാത്രയുമൊത്ത് ഈജിപ്തിൽ നിന്ന് 162-ാം ആണ്ടിൽ ടോളമായിസിൽ എത്തി. അലക്സാണ്ടർ അവനെ സ്വീകരിച്ചു. ടോളമി മകൾ ക്ലെയോപാത്രയെ അലക്സാണ്ടറിന് നൽകി. ടോളമായിസിൽ വെച്ച് രാജകീയ ആഡംബരങ്ങളോടെ വിവാഹം നടന്നു. തന്നെ വന്ന് കാണാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അലക്സാണ്ടർ രാജാവ് ജോനാഥന് കത്തെഴുതി. ജോനാഥൻ ആഡംബരത്തോടെ ടോളമായിസിലേക്ക് ചെന്നു. രാജാക്കന്മാർ രണ്ടുപേരെയും സന്ദർശിച്ചു. അവൻ അവർക്കും അവരുടെ സ്നേഹിതന്മാർക്കും പൊന്നും വെള്ളിയുമായി ധാരാളം സമ്മാനങ്ങൾ നൽകി. അവൻ അവരുടെ പ്രീതിക്ക് പാത്രമായി. ഇസ്രയേലിലെ ദ്രോഹികളും അധർമ്മികളുമായ ഒരു കൂട്ടം ആളുകൾ അവനെതിരെ ഒത്തുചേർന്നു അവനിൽ കുറ്റം ആരോപിച്ചു. എന്നാൽ അലക്സാണ്ടർ രാജാവ് അത് കണക്കിലെടുത്തില്ല. ജോനാഥന്റെ വസ്ത്രം മാറ്റി പകരം അവനെ ധൂമ്ര വസ്ത്രങ്ങൾ ധരിപ്പിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു. അവർ അപ്രകാരം ചെയ്തു. രാജാവ് അവനെ തനിക്കരികെ ഇരുത്തി തൻ്റെ സേവകരോട് പറഞ്ഞു, നിങ്ങൾ ജോനാഥനുമൊത്ത് നഗരമധ്യത്തിലേക്ക് പോകുവിൻ. ആരും ഒരു കാരണവശാലും അവനിൽ കുറ്റമാരോപിക്കുകയോ അവന് ശല്യം ചെയ്യുകയോ പാടില്ലെന്ന് പ്രഖ്യാപിക്കുവിൻ. രാജവിളംബരമനുസരിച്ച് ജോനാഥൻ ബഹുമാനിതനാകുന്നതും അവൻ രാജവസ്ത്രം അണിഞ്ഞിരിക്കുന്നതും കണ്ടപ്പോൾ അവനെതിരെ കുറ്റം ആരോപിച്ചിരുന്നവർ പലായനം ചെയ്തു. ഇങ്ങനെ രാജാവ് അവനെ ബഹുമാനിച്ചു. തൻ്റെ മുഖ്യ സുഹൃത്തുക്കളിൽ ഒരാളായി അവനെ കണക്കാക്കി. അവനെ ഒരു സേനാധിപനും പ്രവിശ്യയുടെ ഭരണാധികാരിയുമായി നിയമിക്കുകയും ചെയ്തു. സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജോനാഥൻ ജെറൂസലേമിലേക്ക് മടങ്ങി. 165-ാം ആണ്ടിൽ ദെമത്രിയൂസിന്റെ മകൻ ദെമത്രിയൂസ് ക്രേത്തിൽ നിന്ന് തൻ്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് വന്നു. ഇതറിഞ്ഞ് അലക്സാണ്ടർ രാജാവ് അതിയായി ദുഃഖിച്ച് അന്ത്യോക്യയിലേക്ക് മടങ്ങി. ദെമത്രിയൂസ് ദക്ഷിണ സിറിയയിലെ ഭരണാധിപനായിരുന്ന അപ്പൊളോണിയൂസിനെ തൻ്റെ സൈന്യാധിപനായി നിയമിച്ചു. വലിയൊരു സൈന്യവുമായി അവൻ ജാംനിയായിക്കെതിരെ പാളയമടിച്ചു. അനന്തരം പ്രധാന പുരോഹിതനായ ജോനാഥന് ഈ സന്ദേശം അയച്ചു: നീ ഒരാൾ മാത്രമാണ് എനിക്കെതിരെ നിലകൊള്ളുന്നത്. തന്മൂലം ഞാൻ നിന്ദ്യനും അപഹാസ്യനുമായി തീർന്നിരിക്കുന്നു. മലമ്പ്രദേശങ്ങളിൽ ഞങ്ങൾക്കെതിരായി എന്തുകൊണ്ട് നീ അധികാരം പ്രയോഗിക്കുന്നു? നിന്റെ സേനാബലത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ സമതലത്തിലേക്ക് വരിക. അവിടെ വെച്ച് നമുക്ക് ബലപരീക്ഷണം നടത്താം. നഗരങ്ങളുടെ പിൻബലം എനിക്കുണ്ട്. ഞാൻ ആരെന്നും എന്നെ സഹായിക്കുന്നവർ ആരേക്കെന്നും അന്വേഷിക്കുക. നിന്റെ പിതാക്കന്മാരെ 2 പ്രാവശ്യം പലായനം ചെയ്യിച്ച് ഞങ്ങളെ ചെറുത്തു നിൽക്കാൻ നിനക്ക് സാധിക്കുകയില്ലെന്ന് നീ അറിയും. കല്ലോ പാറയോ മറ്റു രക്ഷാമാർഗങ്ങളോ ഇല്ലാത്ത ഒരു സമതല പ്രദേശത്ത് എൻ്റെ അശ്വസൈന്യത്തെയും വലിയ കാലാൾപ്പടയെയും ചെറുത്തു നിൽക്കാൻ നിനക്കാവില്ല. അപ്പോളോണിയോസിന്റെ ഈ വാക്കുകൾ കേട്ട് ജോനാഥൻ ഉത്തേജിതനായി. അവൻ 10,000 ആളുകളെ തിരഞ്ഞെടുത്ത് ജെറൂസലേമിൽ നിന്ന് പുറപ്പെട്ടു. അവൻ്റെ സഹോദരൻ ശിമയോനും സഹായത്തിന് എത്തിച്ചേർന്നു. ജോപ്പായുടെ മുൻവശത്ത് അവൻ പാളയമടിച്ചു. അപ്പോളോണിയോസിന്റെ ഒരു സേനാവിഭാഗം പട്ടണത്തിലുണ്ടായിരുന്നതിനാൽ നഗരവാസികൾ കവാടങ്ങൾ അടച്ചു കളഞ്ഞു. ജോനാഥൻ അവർക്കെതിരെ പൊരുതി. സംഭീതരായ നഗരവാസികൾ കവാടങ്ങൾ തുറന്നു കൊടുത്തു. ജോനാഥൻ അങ്ങനെ ജോപ്പോ കൈവശപ്പെടുത്തി. അപ്പോളോണിയോസ് ഇതറിഞ്ഞപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട 3000 കുതിരപ്പടയാളികളെയും വലിയൊരു കാലാൾപ്പടയെയും ശേഖരിച്ച് അസോത്തൂസ് കടന്നു പോകാനെന്ന വണ്ണം അങ്ങോട്ട് ചെന്നു.
അതേസമയം അസംഖ്യമായ തൻ്റെ അശ്വസൈന്യത്തിൽ വിശ്വാസമർപ്പിച്ച് അവൻ സമതലത്തിലേക്ക് മുന്നേറി. അവനെ പിന്തുടർന്ന ജോനാഥൻ അസോത്തുസിലെത്തി. അവിടെ വെച്ച് സൈന്യങ്ങൾ ഏറ്റുമുട്ടി. എന്നാൽ അപ്പോളോണിയോസ് 1000 കുതിരപ്പടയാളികളെ അവർക്ക് പിന്നിൽ ഒളിപ്പിച്ചിരുന്നു. തനിക്ക് പിന്നിൽ ഒരു കെണിയുണ്ടെന്ന് ജോനാഥൻ മനസ്സിലാക്കി. പതിയിരുന്നവർ അവൻ്റെ സൈന്യത്തെ വളഞ്ഞു. പ്രഭാതം മുതൽ പ്രദോഷം വരെ ശരവർഷം നടത്തി. എങ്കിലും ജോനാഥന്റെ ആജ്ഞ അനുസരിച്ച് അവർ അചഞ്ചലരായി നിലകൊണ്ടു. ഒടുവിൽ ശത്രുവിൻ്റെ കുതിരകൾ തളർന്നു. തത്സമയം ശിമിയോൻ സൈന്യവുമായി മുന്നോട്ട് വന്ന് കാലാൾപ്പടയെ ആക്രമിച്ചു. അശ്വസൈന്യം തളർന്നിരുന്നു. അവൻ അവരെ നിശേഷം തോൽപ്പിച്ചോടിച്ചു. സമതലത്തിൽ ചിതറിപ്പോയ അശ്വസൈന്യം അസോത്തോസിലേക്ക് ഓടി അവരുടെ വിഗ്രഹ ആലയമായ ബേത്ദാഗോണിൽ അഭയം തേടി. ജോനാഥൻ അസോത്തൂസും ചുറ്റുമുള്ള നഗരങ്ങളും അഗ്നിക്കിരയാക്കി അവരെ കൊള്ളയടിച്ചു. ദാഗോണിന്റെ ക്ഷേത്രത്തെയും അതിൽ അഭയം തേടിയിരുന്നവരെയും ചുട്ടുകരിച്ചു. വാളിനിരയായവരും തീയിൽ വെന്തുമരിച്ചവരും കൂടി ഏകദേശം 8000 പേർ വരും. ജോനാഥൻ അവിടെ നിന്ന് പുറപ്പെട്ട് അസ്കലോണിനെതിരെ പാളയമടിച്ചു. നഗരവാസികൾ പുറത്തു വന്ന് അവനെ രാജോചിതമായി സ്വീകരിച്ചു. കൈയടക്കിയ സമ്പാദ്യങ്ങളുമായി ജോനാഥനും കൂട്ടരും ജെറുസലേമിലേക്ക് മടങ്ങി. ഇതറിഞ്ഞപ്പോൾ അലക്സാണ്ടർ രാജാവ് ജോനാഥനെ പൂർവാധികം ബഹുമാനിച്ചു. രാജകുടുംബാംഗങ്ങൾക്ക് മാത്രം നൽകാറുള്ള സ്വർണ്ണക്കുളത്ത് രാജാവ് അവൻ അയച്ചു കൊടുത്തു. കൂടാതെ എക്രോണും പരിസര പ്രദേശങ്ങളും അവന് വിട്ടുകൊടുത്തു. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.